കുളിക്കാനിറങ്ങിയ 4 പേർ മുങ്ങി മരിച്ചു. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ, അപ്രതീക്ഷിതമായ ഉരുൾപൊട്ടലുകൾ, മലയിടിച്ചിലുകൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇന്ന് കേരളം തന്നെ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ മഴവെള്ളപ്പാച്ചിൽ എപ്പോഴും വേണമെങ്കിലും കുത്തിയൊലിച്ച് വരാമെന്നിരിക്കെ ഇവർ ആറിലും പുഴയിലും തോട്ടിലുമൊക്കെ പോയി കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ പറഞ്ഞാൽ പോലും അതനുസരിക്കാതെ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്ന ഇങ്ങനെയുള്ള യുവാക്കൾ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യയല്ലേ ചെയ്യുന്നത്? മറ്റുള്ള മഴക്കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് നെഞ്ചിടിപ്പേറ്റുന്ന വിഷമിപ്പിക്കുന്ന ന്യൂസുകൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ മഴവെള്ളപ്പാച്ചിലുകൾ പല സമയത്തും പല തോട്ടിലും പല പുഴയിലും സംഭവിക്കുന്നതാണ്. ഈ സമയത്ത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ എത്ര തന്നെ കണ്ടാലും കേട്ടാലും മതിവരാത്ത കേരളത്തിലെ ഒരുപാട് യുവാക്കളിൽ 4 പേർ മാത്രമാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. പുഴവെള്ളത്തിൽ കുളിച്ച കാരണം കൊണ്ട് മാത്രം തലച്ചോറിനെ വരെ പ്രഹരിക്കാൻ ശേഷിയുള്ള അമീബ പോലുള്ള വൈറസുകൾ കാരണം മസ്തിഷ്ക ജ്വരം പോലുള്ള വലിയ തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടും എന്നറിഞ്ഞിട്ടും അത് തന്റെ ജീവൻ തന്നെ അപഹരിച്ചേക്കാം എന്നറിഞ്ഞിട്ടും മാത്രമല്ല അത് ചുറ്റുമുള്ളവർക്ക് പകരാൻ വരെ കാരണമാവും എന്നറിഞ്ഞിട്ട് പോലും ഇതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവർ ചോദിച്ചു വാങ്ങിക്കുക തന്നെയാണ് മരണത്തെ ചെയ്യുന്നത്. ഒരുപക്ഷെ പണ്ടുള്ളവർ പറയാറുണ്ട് തീയോടും വെള്ളത്തിനോടും കളിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഇപ്പോഴുള്ള യുവാക്കൾ എത്ര തന്നെ കൊണ്ടാലും കേട്ടാലും പഠിക്കാതെ വീണ്ടും വീണ്ടും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം വീട്ടിലുള്ള മക്കളെയോ മറ്റോ തോട്ടിലേക്കോ പുഴയിലേക്കോ കുളിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സമയങ്ങളിലൊക്കെ അവരെയും തടഞ്ഞു നിർത്തേണ്ടത് ആ കുടുംബത്തിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളും ഇതുപോലുള്ള ന്യൂസുകളിൽ തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയമാണെന്നും ഇതുപോലെ വീണ്ടും വീണ്ടും തോട്ടിലേക്കും പുഴയിലേക്കും കുളിക്കാൻ പോകുന്നവർ അറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒട്ടും തന്നെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഇല്ലാതെ ഒരു പഴയ ടയറിന്റെ ട്യൂബും തോളിലേറ്റി എന്തൊക്കെ വന്നാലും ഇതെന്നെ രക്ഷിച്ചോളുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തോട്ടിലേക്കോ പുഴയിലേക്കോ എടുത്തു ചാടുമ്പോൾ കുതിച്ചു വരുന്ന മലവെള്ളപ്പാച്ചിലിന് നീയൊന്നും ഒരു ഇരയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അവർ മരണപ്പെട്ടത് അവർക്ക് നീന്താൻ അറിയാത്തത് കൊണ്ടാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. നല്ല പോലെ നീന്താൻ അറിയുന്നവർ തന്നെയാണ് കൂടുതലായും ഇതുപോലുള്ള പുഴകളിലും മറ്റും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. വെള്ളത്തിന്റെ ആഴത്തിൽ നിന്നും രക്ഷ നേടാൻ ചിലപ്പോൾ നമ്മളുടെ നീന്തലുകൾ നമുക്ക് സഹായകരമായേക്കാം. പക്ഷെ വെള്ളത്തിന്റെ സ്പീഡിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഈ മഴക്കാലത്ത് ഇനിയെങ്കിലും ഇതുപോലെ തോട്ടിലും പുഴയിലും പോയി കുളിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ന്യൂസുകൾ കണ്ടിട്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ നാളെ നിങ്ങളുടെ പേരിലായിരിക്കാം ഇതുപോലുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നത്.